മോനെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, അമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോയതാ. അവള് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, തമ്പിയച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് എന്തൊക്കെയോ തീരുമാനം എടുക്കുന്ന അമ്മ പറഞ്ഞത്. അല്ല, നീ ഇതങ്ങോട്ടാ രാവിലെ തന്നെ? എനിക്ക് ഇവിടെ 1-2 പോകാനുണ്ട്. നീ തനിച്ചോ? ആ, തനിച്ചായാലും എന്താ കുഴപ്പം? അമ്മ ഇങ്ങോട്ടാ പോകുന്നത്, അത് പറയേ. എടാ, എനിക്കിവിടെ ദേവസ്വം ഗസ്റ്റ് ഹൗസിലാ ആദ്യം പോകേണ്ടത്. അവിടെ പോയി അവളെയും വീട്ടുകാരെയും ഒന്ന് കാണണം. ശ്യാമിലിയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിച്ചത്? അതെ. ഓർക്കാപ്പുറത്ത് കയറി വന്ന് ഞെട്ടിക്കാൻ അവക്ക് മാത്രമല്ല എനിക്കും കഴിയുമെന്ന് അവളൊന്ന് അറിയട്ടെ. ശ്യാമിലിയും ഫാമിലിയും ഞെട്ടിക്കാൻ വേണ്ടി അമ്മ രാവിലെ ബുദ്ധിമുട്ടണമെന്നില്ല. അവരിന്നലെ രാത്രി തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. പോയോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അത് എന്നെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കും. എന്തിനാ ശ്രീകല നീ എഴുതാപ്പുറം വായിക്കുന്നേ? ആ കുട്ടി ഇന്നലെ ഇവിടെ വന്ന് നിന്നെ കണ്ട് സംസാരിച്ചു. ഇന്നലത്തേടം കൊണ്ട് അവരുടെ ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ടുണ്ടാവും. രാത്രി തന്നെ അവര് തിരിച്ചുപോയി. അതിന് നിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ? അല്ല, ഇനി നമ്മൾ എപ്പോഴാ തിരിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നേ? ഇവിടെ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നമുക്കും തിരിച്ചു പോയാലോ? വരട്ടെ, ഇപ്പൊ ഉടനെ തിരിച്ചു പോയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. തമ്പിയേട്ടൻ ഒഴിവ് കിട്ടുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാലോ. ആ, ദേ, നിങ്ങൾ സംസാരിച്ച് നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അമ്മ ഇത് എങ്ങോട്ടാണെന്ന് വെച്ചാലും ഞാൻ കൊണ്ടുവിടാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ, എനിക്ക് തനിച്ചു പോകുന്ന കാര്യമേ ഉള്ളൂ. ശരി അമ്മേ. അമ്മ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള പുറപ്പാടാ. ഇനിയിപ്പോ നീ പറഞ്ഞത് വിശ്വസിക്കാതെ ശ്യാമിലിയെ കാണാൻ പോയതാണോ? അല്ല, സത്യത്തിൽ ആ കുട്ടിയും അവരുടെ വീട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നോ? മുത്തശ്ശി, ഞാൻ ഇന്നലെ അവിടെ പോയി അന്വേഷിച്ചിരുന്നു. അമ്മ പറയുന്ന ഈ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ശ്യാമിലിയോ അവരുടെ വീട്ടുകാരോ റൂം എടുത്തിട്ടില്ല. എന്നിട്ടും സംശയം തീർക്കാൻ ഞാൻ ശ്യാമിലിയുടെ ഫോട്ടോ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ ഒരു കുട്ടി അവിടെ തങ്ങിയിട്ടില്ലെന്നാ അയാൾ തറപ്പിച്ചു പറയുന്നത്. പിന്നെ ഇന്നലെ അവളെ ശ്രീകല ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞതോ? അതൊക്കെ അമ്മയുടെ വെറും തോന്നല മുത്തശ്ശി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതാണ് സത്യം. എന്റെ ദേവി, എന്തൊക്കെയാ ഇത്? മോനെ, ഇനി അവൾക്ക് പഴയതുപോലെ മനസ്സിനെന്തെങ്കിലും? ഒന്നും അറിയില്ല മുത്തശ്ശി. എന്തോ അമ്മയുടെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് എനിക്കും ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്റെ ദേവി, നിങ്ങൾ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം, ദേവൂട്ടിയുടെ കാര്യം തന്നെയാവും. അത് തന്നെയല്ലേ ഇപ്പൊ ഏത് നേരം മനസ്സില്. അവളുടെ കാര്യം എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാ മാത്രം പോരല്ലോ. അവളുടെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. അതും അവരിവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ്. അവരെന്ന് പറഞ്ഞാല് നീ ആരുടെ കാര്യ ഉദ്ദേശിക്കുന്നത്? ആ സന്ദീപിന്റെയും അവൻ അമ്മയുടെയും കാര്യം. അതൊക്കെ നമ്മൾ ആലോചിച്ച് അവസാനിപ്പിച്ച അധ്യായമല്ലേ. പിന്നെ ഇനിയും വെറുതെ എന്തിനാ അതൊക്കെ കുത്തിപ്പൊക്കുന്നത്? കുത്തിപ്പൊക്കിയത് ഞാനല്ല, അയാളും അയാളുടെ അമ്മയും ചേർന്നാ. ദേ, പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് അലോഹയൊന്നും തോന്നരുത്. മൂകാംബിക ദർശനത്തിന് വന്ന അവര് നാട്ടിലേക്ക് തിരിച്ചു പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തന്നെയാ. അവരെന്തു വേണേലും മനസ്സിൽ കണ്ടോട്ടെ, പക്ഷേ എന്ത് നടക്കണമെന്ന് നിശ്ചയിക്കുന്നത് മൂകാംബികമ്മയല്ലേ. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. സുരേന്ദ്രേട്ടാ, ഒരു കാര്യം ഞാൻ വെട്ടി തുറന്നങ്ങ് പറഞ്ഞേക്കാം. ആ പയ്യന് ദേവൂട്ടിയെ കല്യാണം കഴിക്കാനാണെങ്കിലും അതല്ല ഇനി അവരെ തമ്മിൽ അകറ്റാനാണെങ്കിലും എനിക്ക് സമ്മതം. നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. രണ്ടു വള്ളത്തിൽ ഇങ്ങനെ ഒരുപോലെ കാല് വെക്കല്ലേ ഇന്ദുമതി, അതത്ര നല്ലതിനല്ല.
നിങ്ങൾ ഇങ്ങനെ പഴഞ്ചൊല്ലും പഴംപുരാണവും ഒക്കെ പറഞ്ഞിരുന്നോ? ഒടുക്കം ആർക്കും ഒരു ഉപകാരം ഇല്ലാണ്ട് പോവും. അത് പറഞ്ഞേക്കാം. കല്യാണം നടത്താനാണെങ്കിലും അതല്ല കുട്ടികളെ തമ്മിൽ അകറ്റാനാണെങ്കിലും നീ തയ്യാറാണെന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം?